ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫുൾ ഡേ റുട്ടീനായിട്ടാണ്. അതുപോലെ തന്നെയില്ലേ ഇതിൽ ഉമ്മാൻ്റെ വീട്ടിലെ പണികളും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ ആരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പോൾ ഇതാ അന്നത്തെ ദിവസത്തെ നമസ്കാരവും കാര്യങ്ങളും വർക്കൗട്ടും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ തന്നെ അലക്കാനിടുവേ. കാര്യം കുറച്ച് കഴിഞ്ഞാൽ വെയിൽ വന്നു കഴിഞ്ഞാൽ വേഗം ഉണക്കാനിടാലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ എല്ലാം എന്താ പറയുക എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം ഇങ്ങനെ അലക്കാനിടലാണ്. അലക്കാനിട്ട് കഴിഞ്ഞാൽ തുടക്കാനുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഒന്ന് മൊത്തത്തിൽ തുടച്ചെടുക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കിച്ചണും സെൻട്രലും എന്താ പറയുക കിച്ചണും ഹാളും മാത്രം തുടക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തുടച്ചെടുക്കലാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നിപ്പിൽ മുട്ടയും പഴവും ചായയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ഞാനില്ലേ പഴയെല്ലാം കട്ട് ചെയ്തിട്ട് ഗീ എടുക്കാൻ വേണ്ടിക്ക് പോയതാണ്. ആ സമയം കൊണ്ട് മൊത്തത്തിൽ പാല് തിളച്ച് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു അടുപ്പ് ക്ലീൻ ആക്കാണ്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ പണിയായിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ സ്പോഞ്ച് വെച്ചിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തുണി വെച്ചിട്ട് 2-3 പ്രാവശ്യം തുടക്കും കേട്ടോ. വീഡിയോയിൽ കാണിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കില്ലേ പാല് മറിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി എടുക്കലാണ്. ആ സമയം കൊണ്ടില്ലേ മുട്ടെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം പഴം വാട്ടി എടുക്കലാണ്. ഇക്കാക്ക് മാത്രം മതി കേട്ടോ പഴം വാട്ടിയത്. ഞാനും മക്കളും തിന്നൂല. പഴത്തിൻ്റെ എന്ത് ഐറ്റംസും നമുക്ക് ഇഷ്ടം എന്താ പറയുക നമുക്ക് ഇഷ്ടം കുറവാണ്. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടവും. അങ്ങനെ ഇക്കാക്കുള്ള പഴം വാട്ടിയത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെന്താ എല്ലാവർക്കും മുട്ട വേവിക്കുന്നുണ്ട്. പിന്നെ ചായയും കൂടി ഉണ്ടാക്കിയെടുക്കലാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കാര്യമായിട്ട് ഇതെല്ലാം തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കോയിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ലേ, ആ വീഡിയോയിൽ കാണിച്ച മൊത്തം കോഴിയും താറാവും എല്ലാം ഇല്ലേ ചത്തുപോയി. എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വില്ലേജിൽ ഞാൻ രാവിലെ
ഉമ്മാനെ കൂട്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിന്. ഞാൻ രാവിലെ തന്നെ കോഴിക്കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിന് കോഴിനെയും താറാവിനെല്ലാം. സംഭവത്തിൽ ഞാൻ ഇറക്കലില്ല, പക്ഷെ എനിക്ക് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്, ഈ പാപല്ലേ കോഴിക്കൂട്ടിൽ കോഴിനെ വളർത്തൽ പാപല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അത് കേട്ടേരെ ഞാൻ ചോദിച്ചു പുറത്തേക്ക് ഇറക്കാമെന്ന്. ഞാൻ ഇത്രയും നാളും ഇറക്കിയിട്ടില്ല, കാര്യം നായിനെല്ലാം പേടിച്ചിട്ട് തന്നെയാണ് ഇറക്കാത്തത്. പക്ഷേ അതിലും വലിയ പാവം ഞാൻ കാണേണ്ട വന്നിട്ടുണ്ടായിന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം തിരിച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും മൊത്തം 2 വലിയ നായെ മൊത്തത്തിൽ കടിച്ചിട്ട് കൊന്നിട്ടിട്ടിനി. എന്നിട്ട് ഭയങ്കര സങ്കടമായിപ്പോയിനി. കാര്യം രാവിലെ അല്ലേ എണീക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബാണ്. എന്തോ ഒരു പ്രതീക്ഷയില്ല പോലെയെന്ന് എനിക്ക് തോന്നൽ. കോഴിക്കൂട്ടിൽ പോവുക, അവർക്ക് ഫുഡ് കൊടുക്കുക എന്നെല്ലാം പറയുമ്പം ഇതൊന്നുമില്ലാത്ത പോലെ ശൂന്യമായിട്ട് എനിക്ക് ഫീൽ ആയിപ്പോയിനി. എന്നിട്ട് കാരണം സാരിയില്ല, പോട്ട് നീ വാങ്ങിക്കോ, വേറെ വാങ്ങിക്കോ, കോഴി അങ്ങനെ തന്നെയാണ്. എൻ്റെ ഷോപ്പിലെ സ്റ്റാഫിൻ്റെ വീട്ടിലെല്ലാം കോഴിനെ വളർത്തിയിട്ട് നായെല്ലാം കൊണ്ടുപോയിനി, നീ ടെൻഷൻ അടിക്കേണ്ട, നീ വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാനിതാ കുഞ്ഞി കോഴിനെ വാങ്ങിനി. പിന്നെ സെയിം ആ കടയിൽ നമ്മൾ വാങ്ങുന്ന സമയം ഉണ്ടായ കോഴിയില്ല, ഇപ്പം വലുതായിട്ടുണ്ട്, നമ്മൾ അതേ സൈസിലായിട്ടുണ്ട്, അതിന് വാങ്ങിനി. അതിനെ ഞാൻ അടുത്ത വ്ളോഗിൽ കാണിക്കേ. ചവിട്ടല്ലോ മോനെ, മുഹമ്മദ് അതിന് വേദന എടുക്കൂ. മുഹമ്മദിനാണെങ്കിലേ കുഞ്ഞിനെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് നായും പൂച്ചയെല്ലാം കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെയാണെന്ന് വെച്ചിരിക്കുക. കാരണം സ്മെല്ലുണ്ടാവില്ലേ. ഞാൻ പറഞ്ഞില്ല, കുട്ടികളെ പമ്പേഴ്സെല്ലാം മാറ്റി കൊടുക്കുന്ന പോലെ ഞാൻ ഇതുപോലെ കവർ മാറ്റി കൊടുത്തോളാം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഉള്ളിൽ തന്നെയാണ് കേട്ടോ വെച്ച്, സ്മെല്ലൊന്നാവാൻ വിടൂല എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ. പിന്നിലെ മുഹമ്മദിൻ്റെ പഠനത്തിനെ പറ്റിയിട്ട് അധികം എന്നോട് പാരൻസ് ചോദിക്കലുണ്ട്. ഓൺലൈൻ ക്ലാസ് എനിക്ക് ഓൾറെഡി ഞാൻ കൊടുക്കുന്നുണ്ട്, സ്കൂളിലും പോകുന്നുണ്ട്. എന്നാലും ചില കാരണങ്ങൾ കൊണ്ടെല്ലാം ക്ലാസ്സെല്ലാം നമുക്ക് മിസ്സായി പോകില്ലേ. അപ്പം ഒരു ദിവസത്തെ ക്ലാസ് പഠിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് വേറെ തന്നെയാണ്. അപ്പം എന്താ പറയുക, അതുപോലെ തന്നെ എക്സാം ടൈമെല്ലാം ആണെന്നുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. അഡീഷണൽ സപ്പോർട്ടിന് വേണ്ടിക്ക് ഒരു ഓൺലൈൻ ട്യൂഷന്, അതായത് ആൽബർട്ട് എഡ്യൂക്കേറ്ററാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരുപാട് സ്ട്രെസ്സ് കുറഞ്ഞു കിട്ടി. ഇവരിൽ പ്രധാനമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഗെയിംസിലൂടെയും പാട്ടുകളിലൂടെയല്ലോ എന്ന്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു ടീച്ചർക്ക് പുറമെ മെൻറ്ററിൻ്റെ സപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ടില്ലേ നമ്മൾ പാരൻസിനും മെൻറ്ററിനോട് സംസാരിച്ച് കുട്ടികളുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാനും പറ്റും. ഇപ്പം മുഹമ്മദിൽ ആൽബർട്ടോൻ്റെ എക്സാം റിവിഷൻ കോഴ്സാണ് കേട്ടോ അറ്റൻഡ് ചെയ്ത്. ആൽബർട്ടോൻ്റെ തന്നെ മാത്സ് ട്യൂഷനും മുഹമ്മദ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നിൽ എക്സാം ടൈമിൽ പ്രത്യേക ക്ലാസ്സും കാര്യങ്ങളെല്ലാം ആയിരിക്കും കേട്ടോ ഇവർ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, കുട്ടികൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഗൾഫ് കൺട്രീസിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബെസ്റ്റ് ചോയ്സാണ് കേട്ടോ, ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അടിപൊളിയാണ് ആൽബർട്ട് എഡ്യൂക്കേറ്റർ. CSE, IGCS, IB, CBSE തുടങ്ങിയ സിലബസിൽ ഇവർ എന്താ പറയുക കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ആൽബർട്ടോയിലുള്ളത്. അതുകൊണ്ട് തന്നെ മാത്സ്, സയൻസ് എന്നുള്ള സബ്ജക്റ്റുകൾക്കെല്ലാം കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ, അതിനുള്ള ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് ആൽബർട്ട് എഡ്യൂക്കേറ്റർ. ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസിൽ ഞാൻ സ്ക്രീനിലും കൊടുക്കുക, അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് കുട്ടികളെ ഏൽപ്പിക്കാൻ പറ്റിയൊരു ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ് ആൽബർട്ടോ. കുട്ടികൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് അത് റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ റീഫണ്ട് ഓപ്ഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ചില പാരൻസ് പറയുന്നതാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നെല്ലാം. നമ്മൾ വീഡിയോ ഇട്ട ഉടനെ തന്നെ അവരെ ഒരുപാട് പാരൻസ് കോൺടാക്ട് ചെയ്യും. അതുകൊണ്ടാണ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട. നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്താൽ അവർ നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എന്തായാലും നമ്മുടെ കുട്ടികളെ കാര്യമല്ലേ, ജസ്റ്റ് ഒന്ന് അവരെ കോൺടാക്ട് ചെയ്യുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവർ നിങ്ങൾക്ക് ഷെയർ ആക്കി തരും. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ എൻ്റെ കോഡായ YT002 നിങ്ങൾ യൂസ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടും കൂടി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മോനും ഒക്കെയും എല്ലാം പോലാണ്. ഇപ്പം അധികം ക്യാൻറ്റീൻ തന്നെയാണ് കേട്ടോ കുട്ടികൾ ഫുഡ് കഴിക്കൽ. അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് ആശ്വാസമാണ്. പിന്നെ ഉച്ചയ്ക്കുള്ള കാര്യമല്ലേ ചിന്തിക്കണ്ടു. രാവിലെ എന്തെങ്കിലും സിമ്പിളായിട്ട് എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കലാണ്. അങ്ങനെ ചോദിക്കട്ടെ, ട്യൂഷൻ ക്ലാസ് എങ്ങനെ നല്ലതാണോ? ഇഷ്ടപ്പെട്ടിരുന്ന ട്യൂഷൻ കണ്ടിന്യൂ ചെയ്യണം? എങ്ങനെയാണ് ടീച്ചേഴ്സ് എല്ലാം ഫ്രണ്ട്ലിയാ? ഫ്രണ്ട്ലി ടീച്ചേഴ്സാ? ക്ലാസ്സിൽ മനസ്സിലാകുന്നുണ്ടോ എനിക്ക്? മനസ്സിലാകുന്നുണ്ടോ? പറ. നല്ല ട്യൂഷനാ?
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യല്ലേ ചെയ്യല്ലേ നല്ല ഫ്രണ്ട്ലി ക്ലാസ് അല്ലേ ഫ്രണ്ട്ലി ക്ലാസ്സാ നല്ല ട്യൂഷനാണ് അല്ലേ ഗുഡ് ബോയ് ആണല്ലേ ഗുഡ് ബോയ് ആൽബിയുടെ ഗുഡ് ക്ലാസ് ആണ് അങ്ങനെ ഇരിപ്പാനോ കിട്ടുന്ന ആൽബിയുടെ ഗുഡ് ക്ലാസ് ആണ് അങ്ങനല്ല പറ ഗുഡ് ക്ലാസ്സാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ടീച്ചേഴ്സ് എല്ലാം ഫ്രണ്ട്ലിയാ ഏയ് നമുക്ക് ട്യൂഷൻ കണ്ടിന്യൂ ചെയ്യാം അല്ലേ ഓക്കെ വന്നാൽ നമുക്ക് സ്കൂളിൽ പോകാം ഇക്കും മക്കളെല്ലാം പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം ഞാൻ എപ്പോഴും പറയുന്ന പോലെ മുറ്റത്തുണ്ടാവും ചെടികൾ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അങ്ങനെ നിൽക്കും. അതെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ബിരിയാണിയാണ് വെക്കാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ കുളിക്കാൻ പോകുന്ന മുമ്പേ ചിക്കനെല്ലാം കഴുകി ക്ലീനാക്കി വെക്കും. അങ്ങനെ ആകുമ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും. എനിക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ടില്ലേ കുക്ക് ചെയ്യാൻ ഭയങ്കര ഒരു ഫീലാണ്. മാഷാഅല്ലാഹ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അല്ലാണ്ട് കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് വലിയ അത് ആസ്വദിക്കാൻ പറ്റാത്ത പോലെയാണ് ഫീൽ ചെയ്യുക. പക്ഷേ നമ്മൾ കുളിച്ച് ഫ്രഷായി നല്ല ഒരിളം തണുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പം കുക്ക് ചെയ്യും കൂടി ചെയ്യുമ്പോൾ അതിൻ്റെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും എല്ലാം ആകുമ്പം അടിപൊളിയാണെന്ന് എനിക്ക് തോന്നലുണ്ട്. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ല, ഇങ്ങനെ ചിക്കൻ കഴുകുക, മീൻ കഴുകുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ ചെയ്ത് വെക്കും. അങ്ങനെയാകുമ്പം നമുക്ക് ആസ്വദിച്ച് കുക്ക് ചെയ്യാൻ പറ്റും. കുക്കിങ് ശരിക്കും പറഞ്ഞൊരു കലയാണ് കേട്ടോ. ഓരോ കാര്യങ്ങളും ആ ഒരു എണ്ണയിലിടുന്നതും എണ്ണ ഒഴിക്കുന്നതും എല്ലാം നമ്മൾ ആസ്വദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രെസ് ഫ്രീ ആകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. അത് ആസ്വദിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാവർക്കും ഒരേ മെൻറ്റാലിറ്റി ആയിരിക്കില്ലല്ലോ, എല്ലാവർക്കും ഒരേ മനസ്സൊന്നും ആയിരിക്കില്ലല്ലോ. എനിക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കര ഹാപ്പി കിട്ടുന്ന ഒരാളാണ്. സത്യം പറഞ്ഞാൽ ഉള്ളി എന്താ പറയുക, എണ്ണയിലേക്ക് ഇടുന്ന ആ ഒരു സൗണ്ടും കാര്യം പോലും ഞാൻ എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരാളാണ്. അത് കേൾക്കുമ്പം പോലും എനിക്ക് ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യലുണ്ട്. മാഷാഅല്ലാഹ്. എൻ്റെ വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ബിരിയാണി തന്നെയാണ്. എനിക്ക് ബിരിയാണി ഉണ്ടാക്കൽ ഭയങ്കര എളുപ്പമായിട്ടാണ് തോന്നൽ. നമ്മൾ ചോറുണ്ടാക്കുമ്പം കുറേ കറികൾ വേണം, വറവ്, എന്തെങ്കിലും ഫ്രൈ വേണം, അങ്ങനെയല്ല. ബിരിയാണി ആകുമ്പം ഭയങ്കര ഈസിയാണ്. പിന്നെ രാത്രിയേക്ക് എത്തും, പിറ്റേ ദിവസം വേണമെന്നുണ്ടെങ്കിൽ എത്തും. അങ്ങനെ കുറേ പണി ചുരുങ്ങൂലേ. എന്താ പറയുക നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയാലില്ലേ, ഇപ്പം നമ്മൾ വെള്ളിയാഴ്ച ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കും, രാത്രി എന്തെങ്കിലും ജ്യൂസും കാര്യങ്ങളും കുടിക്കും, കുട്ടികൾ കഴിക്കും കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്കും ആ ബിരിയാണി തന്നെ എത്തുവേ. അതുകൊണ്ട് പിന്നെ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസം. ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കലാണ്. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ ഞാനിതാ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, 2 ടേബിൾ സ്പൂണ് ഗീ, എന്നിട്ടില്ലേ ഒരു ഉള്ളി ഇതുപോലെ. ഇത് നാടൻ നമ്മുടെ എൻ്റെ ഉമ്മയിൽ ഉണ്ടാക്കുന്ന കണ്ണൂർ സ്റ്റൈൽ ബിരിയാണിയാണ്. കണ്ണൂർ എല്ലാവരും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇങ്ങനെയല്ല ഉണ്ടാക്കൽ, എന്നാലും എൻ്റെ ഉമ്മ ഉണ്ടാക്കി തരുന്ന ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുക. അതിൽ നെയ്ച്ചോറുണ്ടാക്കുന്ന പാത്രത്തിൽ ഒരു ഉള്ളി വലിയ ഉള്ളി പൊരിപ്പിച്ചെടുക്കുന്നുണ്ട്, ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ 5 ഉള്ളി ഇതുപോലെ വഴറ്റിയെടുക്കലാണ്. ഒരു മീഡിയം സൈസിലുള്ള 5 ഉള്ളി, ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, അല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ ഗീയിൽ വഴറ്റിയെടുക്കാം. നെയ്ച്ചോറുണ്ടാക്കുന്ന ആ ഒരു ഉള്ളിയിലേക്കില്ലേ കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കുക, അതും വറുത്ത് കോരിയെടുക്കാൻ. എൻ്റെ ഉമ്മ ഇത് കുക്കറിൽ വേഗം ഉണ്ടാക്കി തരുന്നതാണ്. ഞാൻ പറയലില്ല, എൻ്റെ ഉമ്മയും ഞാനും ബ്രദറും
ഉണ്ടാകുന്ന ടൈമിൽ ഉമ്മ വേഗം കുക്കറിൽ ഉണ്ടാക്കി തരുന്ന ഒരു ബിരിയാണിയാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പോട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു കളറിൽ മാത്രമേ ഉള്ളി ഫ്രൈ ആക്കാൻ പാടുള്ളൂ. ഒരു ഗോൾഡൻ കളറിൽ ഉള്ളി കരിഞ്ഞു എടുക്കാൻ ശ്രദ്ധിക്കുക. ഉള്ളി കരിഞ്ഞു പോയാലേ ടേസ്റ്റ് മാറും കേട്ടോ ബിരിയാണിൻ്റെ. എപ്പോഴും ഉള്ളി ഫ്രൈ ആക്കിയിട്ടിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ബിരിയാണി കഴിക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതാ ഉള്ളിയും അണ്ടിയും മുന്തിരി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിലും ഒന്ന് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ ഒഴിച്ച് കൊടുക്കലാണ്. ഞാനിപ്പം 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, 6 ഗ്ലാസ് വെള്ളം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ചധികം ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളത്തിൽ കുറച്ചധികം ഉപ്പ്, വെള്ളം നമ്മൾ തൊട്ട് നോക്കൂലേ, അന്നേരം ഉപ്പ് കുറച്ചധികം ഉണ്ടാവണം, എന്നാലാണ് നെയ്ച്ചോറിൽ കറക്റ്റായിട്ട് ഉപ്പ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇത് നല്ലോണം തിളച്ച് വരുമ്പം 6 അല്ലി ഏലക്ക, 2 കറാമ്പു, 1 ബേ ലീഫ്, 1 പട്ട. അപ്പോഴേക്കും ഉള്ളി നല്ലോണം വഴഞ്ഞു വന്നിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉള്ളി നല്ലോണം സോഫ്റ്റായിട്ട് കുക്കാവണം. കുക്കറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്തോട്ടാ. എന്നിട്ട് ഇതിലേക്കില്ലേ 2 ബൾബ് വെളുത്തുള്ളി, ഒരു 5 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി, 5 10 15 പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അത് നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്മെല്ല് മാറുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കുക. ഞാൻ ഒരുപാട് ടൈപ്പിൽ ബിരിയാണി റെസിപ്പി കാണിച്ചിട്ടുണ്ട്. ഇതുവരെ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ബിരിയാണി കാണിച്ചിട്ടില്ല. എൻ്റെ ചെറുതിലെല്ലാം ഉമ്മ വേഗം ഉണ്ടാക്കി തരുന്ന ഒരു ബിരിയാണിയാണ് ഇത്. ഉള്ളി നല്ലോണം കുക്കായിട്ട് വന്നാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സ്മെല്ല് നല്ലോണം മാറിക്കഴിഞ്ഞാൽ മാത്രമേ തക്കാളി ചേർത്ത് കൊടുക്കാൻ പറ്റൂ. കാര്യം കല്യാണ വീട്ടിലെല്ലാം കിട്ടുന്ന ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റ് അധികം ആൾക്കാരും വീട്ടിലുണ്ടാക്കുമ്പോൾ കിട്ടുന്നില്ല എന്ന് പറയില്ലേ. അതിങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. കുക്കിങ്ങിൽ എല്ലാവരും ഒരുപോലെ ഉണ്ടാക്കുമെങ്കിലും എല്ലാവരും ബെസ്റ്റ് ടേസ്റ്റ് എന്ന് നമ്മൾ പറയൂലല്ലോ. അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ്. ഞാനിപ്പോൾ ഇതാ 3 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണിയിൽ തക്കാളി കുറവ് ചേർത്ത് കൊടുത്തതിനാലാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടാവുക. പുളിക്ക് വേണ്ടിക്ക് നമ്മൾ തൈരും കൂടി ചേർത്ത് കൊടുക്കും. ഇനിയിപ്പോൾ ഇതാ വെള്ളം നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ച റൈസ്, ഇത് കൈമ റൈസാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 4 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം തിളച്ച് വരണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് അരമുറി ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് കൊടുക്കുക. അതറിയാം, അങ്ങനെ ആവുമ്പില്ലേ നമ്മുടെ റൈസ് നല്ല വൈറ്റ് കളറായിട്ടുണ്ടാവേ. അപ്പോൾ ഇതാ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ ബബിൾസ് വരുമ്പം ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ടില്ലേ ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിക്ക്. ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇടയിലൊന്നും മിക്സ് ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് കുക്കാക്കി എടുക്കലാണ്. ഇതിൽ ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ടൈം ഈ ഒരു പാത്രത്തിൻ്റെ മൂടി ചെറുതായിട്ടൊന്ന് എന്താ പറയുക ചെരിഞ്ഞു പോയിട്ടുണ്ട്, ഉടഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ഇതിൽ യൂസ് ചെയ്ത പാത്രങ്ങളുടെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കഴിഞ്ഞ 2 വീഡിയോയിലും ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇപ്പം ട്രെൻഡിയോളിൽ നല്ല ഓഫറുണ്ട് കേട്ടോ. പിന്നെന്താ, അപ്പോഴേക്കും നമ്മുടെ തക്കാളിയും എല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട്. തക്കാളിയും നല്ലോണം ഉടഞ്ഞ് വന്നാലേ ഇതിലേക്ക് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കണം. വേറെ ഒരു സ്പൈസസും ഞാൻ ആഡ് ചെയ്യുന്നില്ല, ഗരം മസാല പൗഡർ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ തക്കാളി നല്ലോണം ഉടച്ച ശേഷം ഞാനിത് ഒരു 3/4 ടേബിൾ സ്പൂണോളം, കുറച്ചധികം തന്നെ ഞാൻ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടില്ലേ ഇതിലേക്ക് ഗരം മസാല പൗഡറും കൂടി നല്ലോണം വഴറ്റിയെടുക്കാം. എന്നിട്ടില്ലേ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. നല്ല പുളിയിലെ തൈരാണെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ, അറിയാം, ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ തൈരും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈപ്പിടി നിറയെ മല്ലിയില, പുതിനയില എല്ലാം ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പറയാൻ വിട്ടുപോയി. ചിക്കനും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ ചേർത്ത് കൊടുത്ത ശേഷം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് 3 ടേബിൾ സ്പൂൺ. എന്നിട്ട് കൈപ്പിടി നിറയെ മല്ലിയില, പുതിനയില എൻ്റെ തണ്ട് ചേരാണ്ട് നോക്കണം കേട്ടോ. ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. അരമുറി ചെറുനാരങ്ങയും കൂടി ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുക കേട്ടോ, കുക്കായിട്ട് വന്ന ശേഷം. അപ്പോൾ എല്ലാം കൂടി ഞാൻ മിക്സ് ആക്കി എടുക്കലാണ്. നല്ല സ്മെല്ലുള്ള അടിപൊളി കല്യാണ വീട്ടിൽ കിട്ടുന്നതിലും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. എൻ്റെ ഉമ്മ പണ്ടിൽ ഈ ബിരിയാണി ഉണ്ടാക്കുന്ന സമയം മൊത്തം പുറത്തേ പോകുന്ന ആൾക്കാർ പോലും പറയും ഉമ്മയുടെ വീട്ടിൽ ബിരിയാണിയാണ്. അത്രയും നല്ല സ്മെല്ലാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതാ അടച്ചു വെച്ച് വേവിക്കുക. കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഉമ്മ കുക്കറിലാണ് ഉണ്ടാക്കൽ.
കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഒരു 2 വിസിൽ, മൂന്നാമത്തെ വിസിൽ വരാൻ പോകുന്ന ടൈമിൽ ഓഫ് ചെയ്യട്ടോ. എന്നിട്ട് നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. ആ വെള്ളം നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറ്റിച്ചെടുക്കുക. കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ഉണ്ടാവില്ല. വെന്ത് വരുന്ന സമയം തന്നെ ആ ഒരു മസാലയെല്ലാം വറ്റി വരും. ഇനിയിപ്പോൾ അതിനിടയിൽ ബാക്കിയുള്ള ബ്രസ്റ്റ് പിസലുണ്ടാവില്ലേ, എല്ലില്ലാത്ത പിസലില്ലേ, ഞാൻ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കലാണ്. അപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെക്കുമ്പം രാത്രി ആകുമ്പോഴേക്ക് ഡ്രൈ ആയി പോകുമെന്നെല്ലാം ചോദിക്കലുണ്ട്. ഇല്ല ഏട്ടാ, പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വരും. അധികമില്ലേ നമ്മൾ ഈ ഫീൽഡിൽ വെക്കുന്നവർ തന്നെ ആദ്യമെല്ലാം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നെല്ലാം പറയലുണ്ട്. പിന്നെ ഇപ്പം അധികം ആൾക്കാരും 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം തന്നെ ചേർത്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്നല്ല എന്നോട്. അധികം ഈ ഒരു ഫീൽഡിൽ, കുക്കിംഗ് ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെന്നോട് പറയലുണ്ട്, ഇർഫു നീ പറയുന്നതാണ് കറക്റ്റ് എന്നെല്ലാം പറയലുണ്ട്. അപ്പം കറക്റ്റ് അളവാണ് ഇത്. നമുക്ക് കാലങ്ങളായിട്ട് കൈമാറി വന്ന റെസിപ്പീസാണ് കേട്ടോ. അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കിയ റെസിപ്പീസൊന്നുമല്ല. അങ്ങനെ തന്നെയാണ്. എന്താ പറയുക, ഞാൻ കോയിനെ വാങ്ങിയിട്ടില്ലേ, കോയിനെ വാങ്ങിയതിൽ ചത്തിന്ന് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുണ്ടായിന്. ഒരു കുറേ ആൾക്കാർ എന്താ പറയുക, കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിന് മെസ്സേജിലായിട്ടെല്ലാം, അയ്യോ ഒരു നിൻ്റെ കോഴി ചത്തുപോയോ, നമ്മൾ നിൻ്റെ കോയിനെ കണ്ടിട്ട് നമ്മൾ കോയിനെ വാങ്ങാൻ പോയി. കുറേ ആൾക്കാർ വാങ്ങിക്കൊണ്ടാന്നെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അവരെ മോൾക്ക് ഭയങ്കര ഇഷ്ടമെന്നെല്ലാം പറഞ്ഞിട്ട് ഇർഫുനെ കണ്ടിട്ടാണ് കോയിനെ വാങ്ങിയത്. പക്ഷേ ഇർഫുൻ്റെ കോഴി ചത്തുപോയി എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിനെ. ഞാൻ പറഞ്ഞ് ഇല്ല, പ്രശ്നമില്ല, ഞാൻ വാങ്ങിയിട്ടുണ്ട്, പുതിയ കോയിനെല്ലാം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഓരോരോ ആൾക്കാർക്ക് ഭയങ്കര മോട്ടിവേഷനാണെന്നെല്ലാം പറയുമ്പം ഭയങ്കര സന്തോഷം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പം അതുപോലെ അവർക്ക് ചെയ്യാൻ തോന്നാമെന്ന് പറയുമ്പം എന്തായാലും നമ്മൾ അത്രയും അവർക്ക് ഇൻഫ്ലുവൻസ് ആവുന്നതുകൊണ്ടായിരിക്കൂലേ. അതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണേ. അതുപോലെ തന്നെ ഭയങ്കര കോമഡി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 1 മാസം മുമ്പെയാണ് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടതിനെ. എന്താ പറയുക, ഇങ്ങനെ കമൻറ്റ് വരുത്തുന്നുണ്ട്, സ്ഥിരം വീഡിയോ കാണുന്നവരാരൊക്കെയെന്നെല്ലാം പറഞ്ഞിട്ട് കമൻറ്റ് വരുത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വന്ന കമൻറ്റാണ്. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ ഉമ്മയെല്ലാം ചിരിച്ചിട്ടുണ്ട് അതിന് കണ്ടിട്ട്. കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾ കമൻറ്റ് ഇട്ടത് സ്ഥിരം വ്യൂവേഴ്സ് ആരാന്നാ, അങ്ങനെ എന്തോ ആണേ, ഇഷ്ടപ്പെട്ട് കാണുന്നത് ആരാന്ന്, അങ്ങനെ എന്തോ ഒരു കമൻറ്റ് ഇട്ടിനെ. അതിൻ്റെ താലിൽ ആളിട്ട കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം സ്ഥിരമായിട്ട് കാണുന്നതെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇപ്പം എല്ലാ വ്ളോഗേഴ്സും ഒരു ഉമ്മ വെറ്റ മക്കളെ പോലെയാണെന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. സെയിം കണ്ടൻറ്റ് തന്നെയാണെന്ന്, ഒരാൾ ചെയ്യുന്നത് ഒരാൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും മറ്റുള്ളവർക്ക് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാനും അത് അധികം ശ്രദ്ധിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞ കാര്യം, നമ്മളൊരു വീഡിയോയിൽ ചെയ്ത കാര്യം, നമ്മളെ ഡ്രസ്സിങ് സ്റ്റൈല് എല്ലാം അതുപോലെ അനുകരിക്കുന്ന ആൾക്കാരെല്ലാം ചില എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ടാവില്ല, എന്നോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരെല്ലാം എനിക്കിങ്ങനെ പേഴ്സണൽ മെസ്സേജ് അയക്കും. ഇർഫി നല്ല വീഡിയോയിൽ പറഞ്ഞ സെയിം കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങളെല്ലാം വേറൊരു വീഡിയോയിൽ അതുപോലെ ചെയ്തെന്നെല്ലാം പറയുക. സത്യം പറഞ്ഞാൽ ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല, എന്നാലും ഞാൻ പോയി കാണും. എന്നാലും എനിക്ക് തന്നെ ഫീൽ ചെയ്യും, പഠിച്ചവനെ നല്ല നല്ല പ്രായമുള്ള ആൾക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ കട്ടിച്ച് കുറഞ്ഞ ആൾക്കാർ എല്ലാം അതുപോലെ തന്നെ ചെയ്യുക, അതുപോലെ തന്നെ പറയുക, അങ്ങനെയെല്ലാം ചെയ്യുന്ന കാണുമ്പം ശരിക്കും സത്യം പറഞ്ഞാൽ ഡ്രസ്സിങ്, സ്കാർഫ് അതുപോലെ തന്നെ ചെയ്യുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. എൻ്റെ ഉമ്മാൻ്റെ ഏജിലുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. അവരെല്ലാം പാത്രങ്ങളായാലും എല്ലാം സെയിം അതുപോലെ ചെയ്യുമ്പോഴും ഭയങ്കര സന്തോഷം. അത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടിരിക്കൂലേ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. എനിക്ക് അധികം പറയും, അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേടാ നിന്നെ പോലെ ചെയ്യുന്നതെന്നെല്ലാം പറയും. അതെല്ലാം മാഷാ അല്ലാ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയല്ലേ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഉമ്മമാരാണ് കേട്ടോ എൻ്റെ വീഡിയോസ് കാണാം. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളും, കുറച്ച് ചെറിയ കുട്ടികളെല്ലാം അവർ ഡെയിലി ഉമ്മമാൻ്റെ ഒപ്പരം വീഡിയോ കാണും എന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങൾ എന്താ പറയുക, ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. നിങ്ങളെ ലൈക്കും കമൻറ്റും കാണുമ്പോൾ ഒന്ന് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നാം. ഇനിയിപ്പോൾ ഇതാ ക്ലീനിങ് ആണ്, ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യലാണ്. ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ളുഹർ നമസ്കരിക്കും. അങ്ങനെ പിന്നെ ഞാൻ ഇക്കാനോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അതിന് കോയിനുള്ളിൽ വെക്കുമ്പം കുട്ടികളെ നോക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് പമ്പസ് എല്ലാം മാറ്റി കൊടുക്കുന്ന പോലെ മാറ്റി കൊടുക്കുമെന്ന്. അങ്ങനെ അതിലൊന്നും മാറ്റി കൊടുക്കലാണ്. ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ കോയിനെ ചിലർ പറയില്ലേ, കോയിനെ വളർത്തുമ്പോൾ വൃത്തികേടാണ്, സ്മെല്ലാവുന്നല്ലോ. ഇതിങ്ങനെ നമ്മൾ മാറ്റി കൊടുത്താൽ മതി കേട്ടോ. നമ്മളെ കുട്ടികളെ അപ്പിയിടുമെന്ന് ചോദിച്ചിട്ട് ചാടൂലല്ലോ.
പമ്പസ് എല്ലാം മാറ്റി കൊടുക്കലല്ലേ, അതുപോലെ കോയിന് അത്രയും ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടാ. ഞാനിപ്പോൾ ഇല്ലേ ആ ഒരു പണ്ടെല്ലാം ബിരിയാണി പണ്ടെല്ലാം കല്യാണ വീട്ടിൽ ബിരിയാണി വിളമ്പാൻ വേണ്ടിക്ക് ഒരു ടേബിളിൻ്റെ വിരിച്ചിരുന്ന ഒരു സംഭവമില്ലേ, ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ, അതാണ് കേട്ടോ വിരിക്കുന്നത്. അതാവുമ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ ലോഹർ നമസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനിയില്ലേ ഫുഡ് വിളമ്പലാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. എനിക്ക് ഒരു നൊസ്റ്റൽ അടിക്കുന്ന ഒരു ടൈപ്പ് ബിരിയാണിയാണ്. എൻ്റെ ഉമ്മ ചെറുതിലുണ്ടാക്കി തരുന്ന ഒരു ബിരിയാണിയാണ്. ഭയങ്കര ഈസിയാണ് കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അധികം പണിയൊന്നുമില്ല. എന്നാലില്ലേ കല്യാണ വീട്ടിലുണ്ടാക്കുന്നതിലും അടിപൊളിയായിട്ടുള്ള ബിരിയാണിയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. ഇതിനിടയിലില്ലേ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞളും പാലും കലക്കിയ മിക്സിൻ്റെ വെള്ളയില്ലേ അതിടയിലൊന്ന് കുടഞ്ഞു കൊടുക്കുക കേട്ടോ. ദം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തിട്ടില്ല. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പെർഫെക്റ്റ് അല്ലേ. എന്തായാലും ഉണ്ടാക്കി നോക്കാം. ഒരുപാട് പേര് നമ്മുടെ ആക്കൂറ ബിരിയാണി റെസിപ്പിയിൽ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോ എല്ലാം തന്നിട്ടുണ്ടായിന്. അപ്പം ഈ ഒരു ബിരിയാണിയും നിങ്ങൾ ട്രൈ ആക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഉമ്മാൻ്റെ വീട് കുറേ നാളായില്ലേ നിങ്ങൾ ചോദിക്കുന്നത്. ഞാനില്ലേ ഇടയിൽ കുറേ തിരക്കായിപ്പോയി. ഞാൻ ബിസിനസ്സിൻ്റെ ട്രിപ്പും കാര്യങ്ങളും എല്ലാം ആയിട്ട് കുറേ നാൾ ഞാൻ വീഡിയോ ചെയ്യാണ്ട് നിന്നിട്ടില്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളും നമ്മൾ സാധാ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ. ഈ ബിസിനസ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ആ ഡ്രസ്സ് കൊണ്ടുവരുത്തുന്നല്ല കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ കൊണ്ടുവരൂ. എനിക്കെന്തോ സത്യം പറഞ്ഞെങ്കിൽ മടുത്തേട്ടാ. കാര്യം ഞാൻ ഓരോന്നും എൻ്റെ ഒരു ടൈം പാസിന് വേണ്ടിക്ക് അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ സമയം പോകാൻ വേണ്ടിക്ക് ഈ മക്കളെല്ലാം പോയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഒച്ചപ്പാടൊന്നും ഇല്ലാണ്ട് എന്തുപോലെയൊന്നുണ്ടാവുക. അപ്പം ബിസി ആവാൻ വേണ്ടിക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ പാത്രത്തിൻ്റെ ഇത് സീരിയസ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് 2 മാസം എടുക്കും അതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റായി വരാൻ വേണ്ടിക്ക്. പിന്നില്ലേ ഉമ്മാൻ്റെ വീട് കാണിച്ചു തരാൻ പറഞ്ഞിട്ടില്ലേ. ഞാൻ കുറച്ച് തിരക്കല്ലായതുകൊണ്ടാണ്. ഇത് ഞാൻ മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. കിടങ്ങെല്ലാം കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റിങ്ങും കാര്യങ്ങളും. പിന്നെ ഇപ്പം നിങ്ങൾ ഇപ്പം കാണുന്ന പോലെ അല്ല കേട്ടോ. വീടിൻ്റെ ഏകദേശം പണികൾ മൊത്തം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പം പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഒന്ന് ബാക്കിയുള്ളത്. എന്നാലും ഞാൻ ജസ്റ്റ് എടുത്തു വെച്ച വീഡിയോസില്ലേ, ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോസ് അത് നിങ്ങൾക്ക് ഷെയർ ആക്കുന്നതാണ്. പിന്നില്ലേ വീട്ടിൻ്റെ ഓരോ കാര്യങ്ങളും ഡിസൈൻ ചെയ്തതും എല്ലാം എൻ്റെ ബ്രദർ തന്നെയാണ്. അതുപോലെ തന്നെ കിച്ചണും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എൻ്റെ ഒരു ഐഡിയയിലാണ്. അങ്ങനെ ഇപ്പം പുറത്തത്തെ കിച്ചൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ആ വർക്കെല്ലാം കഴിഞ്ഞിട്ടോ, എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ആക്കുന്നത് പുറത്തത്തെ കിച്ചണും കാര്യങ്ങളെല്ലാം ഒന്ന്. ഇത് നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത കാര്യങ്ങളാണ്. കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ കുറേ ഇങ്ങനെ വീടെല്ലാം വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷെയർ ആക്കുന്നതാണ് കേട്ടോ. പിന്നെന്താ, നല്ല വെളിച്ചുള്ള സ്ഥലമാണ് കേട്ടോ. സൺസെറ്റും എല്ലാം കാണുന്ന അടിപൊളി സ്ഥലമാണ്. മാഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ആക്കാം. ഇപ്പം സ്റ്റെയർ കേസിൻ്റെ പണികളും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ ഇടയിലിടയിൽ വരുന്ന സമയം ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ വീട്ടിൽ കൂടുതൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ നമ്മൾ വീട്ടിൽ കൂടുതലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വലിയ ഫങ്ഷനായിട്ടൊന്നും ചെയ്തിട്ടില്ല. ചെറിയ രീതിയിൽ നമ്മൾ മാത്രം അങ്ങനെ കയറിയതാണ്. കാര്യം ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊന്നും കഴിയാത്തതുകൊണ്ട് തന്നെ കാര്യം ആ ഒരു മാസം തന്നെ കയറണമെന്ന് ഉമ്മാക്കും ഉപ്പാക്കെല്ലാം ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ കയറിയതാണ്. പിന്നെ ഇപ്പോൾ ഏകദേശം എല്ലാ പണികളും ഒരുങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വീട്ടിൽ കൂടുതലും കാര്യങ്ങളെല്ലാം വെക്കണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യാം. പിന്നെന്താ, ഇത് വേറൊരു ദിവസം ഷൂട്ട് ചെയ്തതാണ്. പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. അപ്പം പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ദിവസം ഞാൻ പോയാലും ജസ്റ്റ് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഷെയർ ആക്കാം. പിന്നിലെ ട്രെൻഡിയോ ലിപ്പിൽ നല്ല ഓഫർ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് എപ്പോഴും ചോദിക്കില്ലേ നിങ്ങൾ പാത്രങ്ങളുടെ ഡീറ്റെയിൽസ്. അപ്പം ഞാൻ വാങ്ങിയ പാത്രങ്ങളെല്ലാം ഇപ്പോൾ ചെറിയ പ്രൈസിനെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്തോ. അതുപോലെ ട്രെൻഡിയോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. അതിൻ്റെ ലിങ്കും ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക്
എൻ്റെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ 4-5 വർഷമായി ഈ പാത്രങ്ങളെല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെയും ലിങ്ക് ഞാൻ ഷെയർ ആക്കാം. പിന്നെ കഴിഞ്ഞ 2 വീഡിയോയിൽ ലിങ്ക് ഷെയർ ആക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ലിങ്ക് ഷെയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പേര് ലിങ്ക് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിന്, ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഷെയർ ആക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഷെയർ ആക്കും, രാത്രിക്കുള്ളിലെങ്കിലും ഷെയർ ആക്കും കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോയെല്ലാം കണ്ടിട്ട് രാത്രി ആകുമ്പം ജസ്റ്റ് ഒന്ന് ലിങ്ക് ഉണ്ടോ എന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതെല്ലാം വുഡൻ്റെ പക്ക നല്ല ക്വാളിറ്റിയിൽ ഐറ്റംസാണ്, ഐക്യ പ്രോഡക്റ്റാണ് ഇതെല്ലാം ട്രെൻഡുള്ള അവൈലബിൾ ആണ്. ഇപ്പോൾ പുതിയ വീടെല്ലാം വെക്കുന്നവരായിരിക്കും എന്നോട് അധികവും ചോദിക്കലുണ്ട് പാത്രങ്ങളുടെ ഡീറ്റെയിൽസും പാത്രങ്ങളുടെ ലിങ്കും കാര്യങ്ങളും ഷെയർ ആക്കാൻ വേണ്ടിയിട്ട്. എല്ലാത്തിൻ്റെ ലിങ്കും ഓരോന്നിൻ്റെ ലിങ്കും ഞാൻ ഷെയർ ആക്കുന്നുണ്ട്, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. അപ്പോൾ ഇപ്പം നാട്ടിൽ കിട്ടോ പാത്രങ്ങളെന്ന് ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾ ഗൾഫ് കൺട്രീസിൽ ആരെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവരോട് ഈ ലിങ്ക് ഷെയർ ആക്കിയിട്ട് ഇത് ഉപയോഗിച്ചിട്ട് വാങ്ങിക്കുമെന്ന് പറഞ്ഞാൽ മതി, എന്നിട്ട് നാട്ടിലേക്ക് അയച്ചു തരാൻ പറഞ്ഞാൽ മതി. അങ്ങനെ പിന്നെ എൻ്റെ പാത്രങ്ങൾ വരുന്നില്ലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 മാസം കൂടി എടുക്കും കേട്ടോ. നമ്മൾ നാട്ടിലേക്ക് ബൾക്കായിട്ട് സാധനങ്ങൾ അയക്കുമ്പോൾ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നാട്ടിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ പറ്റൂ. അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പം വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോ. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഇതെല്ലാം അടിപൊളി ക്വാളിറ്റിയിൽ ഐറ്റംസാണ്. ഇങ്ങനെ കുറച്ച് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം സ്ക്രാച്ച് ആവാം, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. കോർക്കമാസും ഹോം മേക്കറുമാണ് കോർക്കമാസാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡായിട്ട് തോന്നിയത്. പിന്നെ ഹോം മേക്കർ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നിയോ ഫ്ലെയിം പറയും. അതുപോലെ ഓരോരു ബ്രാൻഡും കോർക്കമാസ് തന്നെയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. ഒരു കംപ്ലൈൻറ്റും നമുക്ക് പറയാൻ കഴിയില്ല, അത്രയും അടിപൊളിയാണ്. കരാക്കാൻ്റെ ആണ്, ഇതും അടിപൊളി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ പിക്കെല്ലാം വെച്ചിട്ട് എന്നോട് ചോദിക്കലുണ്ട് ഇത് നല്ല തന്നെയാണ്. ഇതും എനിക്ക് കോർക്കമാസ് ബ്രാൻഡിൻ്റെ അത് ഉറപ്പ് പറയാൻ പറ്റും, നല്ല ക്വാളിറ്റിയാണ്. ഇത് നിയോ ഫ്ലെയിമാണ്. പക്ഷേ എൻ്റെ ഉള്ളിലത്തെ കോട്ടിങ് ജസ്റ്റ് ഇളകിപ്പോവും കേട്ടോ. പിന്നെ ഈ ഒരു ഗ്ലാസ് പോട്ടിൻ്റെയും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ഇതെല്ലാം നിങ്ങൾ എൻ്റെ വീഡിയോയിൽ 4 വർഷങ്ങളായിട്ട് കാണുന്നതായിരിക്കും. പിന്നെ ഇതെല്ലാം കുറച്ച് അതിൻ്റെ താഴെയുള്ള കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ ഐറ്റംസാണ്, പക്ഷെ പ്രൈസും നല്ല കുറവാണ് കേട്ടോ. ഇതെല്ലാം ചെറിയ പ്രൈസിന് കിട്ടും. ക്വാളിറ്റി നല്ല കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുറവെന്നൊന്നും പറയില്ല, എന്നാലും മോശമില്ലാത്തതാണ്. ഇത് ഹോം മേക്കറിൻ്റെയാണ്, പക്ക അടിപൊളി ക്വാളിറ്റിയുള്ള ഐറ്റമാണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഞാൻ 4-5 വർഷമായി കേട്ടോ ഇത് യൂസ് ചെയ്യുന്ന. എൻ്റെ ഉമ്മയും ഗൾഫിൽ നിന്ന് നാട്ടിൽ നിന്നെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് അടിപൊളി പ്രോഡക്റ്റാണ് അതെല്ലാം. പിന്നെന്താ, അതിൻ്റെ തന്നെ വേറൊരു സെറ്റാണ് കേട്ടോ. ഗ്ലാസ് ലിഡ് വരുന്ന ഒരു ഹോം മേക്കറിൻ്റെ ഗ്ലാസ് ലിഡ് വരുന്നൊരു സെറ്റാണ്. പിന്നെ ഇത് കോർക്കമാസിൻ്റെ. ഇതെല്ലാം കുറേ കാലമായി നിങ്ങൾ കാണാൻ തുടങ്ങിയിട്ട്. ഞാൻ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് തന്നെ ഷെയർ ആക്കിയിട്ടുണ്ടായിന്. ഇത് കുറച്ച് പ്രൈസ് ഉണ്ട്, പക്ഷേ നമ്മൾ എത്ര വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു കംപ്ലൈൻറ്റ് വരില്ല കേട്ടോ. ചില ടൈം ചില ടൈം ഇതിന് 700 ദിർഹംസ്, ചില ടൈം 500 ദിർഹംസ് എല്ലാം കാണലുണ്ട്. പിന്നെ ഇതെല്ലാം വേറൊരു എന്താ പറയുക, ശരിക്കും ഇതിൻ്റെ ബ്രാൻഡ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഷെയർ ആക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോ. പിന്നെന്താ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിലേ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.